ഫ്രൈഡേ ആയല്ലോ, നമുക്ക് നല്ലൊരു വീക്കെൻഡ് റെസിപ്പി വേണ്ടേ? നമുക്കിന്ന് മട്ടൻ കബ്സ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ടെസ്റ്റിമോണിയൽസ് ഒന്ന് നോക്കിയേക്കാം. കണ്ണൂരിൽ നിന്നും സ്വാതി പ്രകാശ് ട്രൈ ചെയ്തിരിക്കുന്നു 2 റെസിപ്പീസ് ഇത്തവണ. നമ്മുടെ കൊഞ്ചു ഫ്രൈ സ്റ്റാർട്ടർ റെസിപ്പിയും പിന്നെ നമ്മുടെ തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി. നല്ല ഭംഗിയുള്ള ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട് സ്വാതി. നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയക്കേണ്ട ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. ഇന്നത്തെ റെസിപ്പി മട്ടൻ കബ്സയാണ്. ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഞാൻ ജനിച്ച് വളർന്ന നാടാണ് സൗദി അറേബ്യ. എൻ്റെ വാപ്പ ഉമ്മ അവരായിട്ട് കടന്നുകൂടിയ നല്ല വർഷങ്ങൾ, നല്ല കാലങ്ങളൊക്കെ ഓർക്കാൻ കഴിയും ഈ ഡിഷസൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ. പിന്നെ എൻ്റെ സംസാര ശൈലിനെ കുറിച്ച് ഒരുപാട് കമൻസ് ഉണ്ടായിട്ടുണ്ട്. കുറേ പേർക്ക് എൻ്റെ സംസാര ശൈലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പേർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം, ഞാൻ ജനിച്ചു വളർന്നത് മുഴുവൻ പുറത്താണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ സിംഗപ്പൂരാണ്. നമ്മുടെ നാട്ടിൽ അധികം നിന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് അല്ലെങ്കിൽ പഠിച്ച ഒരു ആളുടെ സംസാരത്തിന് കുറച്ച് വ്യത്യാസം കാണും. ഇതിപ്പോൾ ഈ കാലത്ത് ഒരുപാട് കോമണുമാണെന്ന് എനിക്കറിയാം. ഒരുപാട് പേരില്ലേ നമ്മുടെ നാടിൻ്റെ പുറത്ത്, മലയാളികളില്ലാത്ത രാജ്യങ്ങളില്ലല്ലോ. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി കുറച്ചൊരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയാണ്. എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ച് മലയാളവും ഇത്തിരി ഇംഗ്ലീഷൊക്കെ കൂടി മിക്സ് ചെയ്തൊരു ലാംഗ്വേജാണ്. ഇത് നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റണമെന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കാണാണ്ടിരിക്കാം. അല്ലാണ്ട് എനിക്കിതിനിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കുക്കിംഗ് ആണ് എൻ്റെ പാഷൻ. ചെറിയ പ്രായം മുതൽ എനിക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ കുക്കിങ്ങും താല്പര്യമുള്ളതാണ്. അറബ് ഫുഡും ഇപ്പോൾ ഏഷ്യൻ ഫുഡും ഒക്കെ ഞാൻ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് ഏറ്റവും നന്നാവണതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറ്. അപ്പോൾ ഇത് എന്നെ പറ്റി കുറച്ച് നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോ, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. നമുക്ക് ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കബ്സയാണ്. കബ്സ നല്ല ടേസ്റ്റുള്ളൊരു റൈസ് ഡിഷാണ്. നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ ഫ്ലേവർ ഒന്നുമല്ല ഇത്. തികച്ചും വേറെ ഒരു ഫ്ലേവർ തന്നെയാണ്, പക്ഷെ നല്ല രുചിയാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഒരുപാട് പോപ്പുലർ ആണല്ലോ കബ്സ. മട്ടൺ വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ആ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1.5 കപ്പ് വെളുത്തുള്ളി. ഇത് ആ ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളിയാണ്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ 1 പീസ് ഇഞ്ചി. ഇത് കൊത്തി അരിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവണം. 1 കപ്പ് സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞത്. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് എല്ലാം സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. 1 കപ്പ് മെഷർ എന്ന് പറഞ്ഞാൽ 240 ml ആണ്. പിന്നെ 1 കപ്പ് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് വേണം. കബ്സയ്ക്ക് മിക്കപ്പോഴും ഞാൻ പകുതി ഭാഗം ഫ്രഷ് ടൊമാറ്റോയും പകുതി ഭാഗം ക്യാനിൽ വരുന്ന ചോപ്പ് ടൊമാറ്റോ ആണ് ഉപയോഗിക്കാറ്. അവിടെ സൗദിയിലൊക്കെ മിക്കപ്പോഴും അവർ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് വേണം. ഇത് കോൺസെൻട്രേറ്റഡ് പേസ്റ്റാണ് ഈ ഉപയോഗിക്കുന്നത്. ഇതിന് നല്ല കട്ടിയും നല്ല പുളിപ്പും കാണും. ചെറിയ ടിന്നിൽ അല്ലെങ്കിൽ ട്യൂബിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ടൊമാറ്റോ സോസും ടൊമാറ്റോ പ്യൂറേനായിട്ട് ഇത് കൺഫ്യൂസ് ചെയ്യാതിരിക്കണം. ഇത് വേറെയാണ്. ഇത് വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ 1 തണ്ട് നല്ല ഫ്രഷ് പുതിനയില, 2 ഉണങ്ങിയ നാരങ്ങ അല്ലെങ്കിൽ ബ്ലാക്ക് ലൈം അല്ലെങ്കിൽ ലൂമി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഈ നമ്മുടെ ചെറുനാരങ്ങ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റിയാൽ അത് ഉപയോഗിച്ചാൽ മതി.
ഇതിപ്പോൾ ഷോപ്സിൽ, അറബ് ഷോപ്സിലും മിഡിൽ ഈസ്റ്റേൺ ഷോപ്സിലും ഒക്കെ കിട്ടുന്നതാണ് ഈ ലൂമി ഡ്രൈഡ് ലൈം എന്ന് പറഞ്ഞിട്ട്. കറുത്ത കളറിലും കിട്ടും, കുറച്ച് ബ്രൗൺ കളറിലും കിട്ടും, ഏതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കബ്സ സ്പൈസ് മിക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതൊക്കെ പൊടിച്ച ഇൻഗ്രീഡിയൻസിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 1/2 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി ടീസ്പൂൺ ജീരകം, നല്ല ജീരകം എന്ന് വെച്ചാൽ ചെറിയ ജീരകം, അത് പൊടിച്ചത്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെയാണ് നമുക്ക് കബ്സ സ്പൈസ് മിക്സിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ 4 കപ്പ് അരി വേണം. ഞാൻ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ വേണ്ട. അതിനുശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് ആ വെള്ളം മുഴുവൻ പോകാൻ വെക്കണം. പിന്നെ 1/4 മുതൽ ഒരു 1/3 കപ്പ് വരെ നല്ല നെയ്യ് വേണം. പിന്നെ ഹോൾ സ്പൈസസ് 2 സ്റ്റിക്ക് കറുകപ്പട്ട, 4 ഏലക്ക, 4-5 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 2 കറുകയില. നമ്മുടെ ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ ബേ ലീഫ് എന്നും പറഞ്ഞ് ഉണങ്ങിയ ഇല വിൽക്കാൻ വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 2 ടീസ്പൂൺ നാരങ്ങനീരും വേണം, 6.25 കപ്പ് വെള്ളം, പിന്നെ ഉപ്പ് പാകത്തിന്. ഇവിടെ ഞാൻ ഒരു 900 ഗ്രാംസ് മട്ടൺ, ബോണും കുറച്ച് ഫാറ്റൊക്കെ ഉള്ളത് ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ പീസും ഉപയോഗിക്കാവുന്നതാണ്. 1 കിലോ മട്ടൺ വരെയും ആവാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി വെച്ചിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാൻ മിക്കവാറും കബ്സ ഉണ്ടാക്കുമ്പോൾ മട്ടൺ പ്രീ കുക്ക് ചെയ്യാറുണ്ട്. ഒരു 3/4 വേവ് ആവുന്നത് വരെ ആദ്യം ഇത് വേവിച്ചെടുക്കാറുണ്ട്. കാരണം അപ്പോൾ മട്ടൺ നല്ല ടെൻഡറാവും, എന്നാൽ നമ്മുടെ റൈസും ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ ചോറ് വെന്ത് ഉടഞ്ഞു പോവാതെ കിട്ടും. ഈ പ്രീ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മട്ടൺ, ആ പരട്ടി വെച്ച മട്ടൺ പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്ത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ 2 സ്റ്റീം വിസിൽ കേൾക്കണ വരെയും കുക്ക് ചെയ്താൽ മതി. തുറന്ന് നോക്കുമ്പോൾ വളരെ കുറച്ച്, അല്ലെങ്കിൽ ഒട്ടും ഗ്രേവി തന്നെ ബാക്കി ഉണ്ടാവില്ല. ഗ്രേവി വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ ഇത് മെഷർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ 6.25 കപ്പ് വെള്ളത്തിൽ നിന്ന് അത് കുറയ്ക്കാവുന്നതാണ് പിന്നീട്. അപ്പോൾ ഈ കുക്ക് ചെയ്ത മട്ടൺ, 3/4 വേവായിട്ട് കുക്ക് ചെയ്ത മട്ടൺ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കബ്സ ഉണ്ടാക്കാനുള്ള മെത്തേഡ് നോക്കാം. നമുക്ക് ആദ്യം തന്നെ 1/4 മുതൽ 1/2 കപ്പ് ഓയിൽ വേണം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ച് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ അത് ചൂടാവുമ്പോൾ നമ്മൾ ആദ്യം നീളത്തിൽ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്തിട്ട് ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ, ഒരു ക്രിസ്പ് ആവണ വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാദ്യം കുറച്ച് സമയം എടുക്കണ പോലെ തോന്നും ഇത് കളർ മാറാൻ. പക്ഷെ ഒന്ന് ഗോൾഡൻ ആയി തുടങ്ങിയാൽ ഇത് വേഗം തന്നെ കറുത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് നോക്കി നിൽക്കണം. ഇപ്പോൾ ഈ ഒരു കളറായി ഗോൾഡൻ ബ്രൗണും ക്രിസ്പായ ഉടനെ തന്നെ നമുക്ക് ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഓയിലും നമ്മൾ ഇനിയും ഉപയോഗിക്കുന്നതാണ്. ആ ബാക്കി വന്ന ഓയിൽ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. അതിൻ്റെ ഒപ്പം നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് ആ നല്ലൊരു മണം, പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ടൊമാറ്റോയും കൂടി ചേർക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് പകുതി ടൊമാറ്റോയും പകുതി ക്യാനിലുള്ള ടൊമാറ്റോസും കൂടിയാണ്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യും. ഇതാണ് ടൊമാറ്റോ പേസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ടൊമാറ്റോ പ്യൂറിയും ടൊമാറ്റോ സോസും ഒന്നും ഇതിന് പകരം ഉപയോഗിക്കരുത്. ഇത് നന്നായിട്ട് വഴറ്റി ആ ചോപ്പ് ചെയ്തിട്ട് ഫ്രഷ് ടൊമാറ്റോസൊക്കെ ഉടഞ്ഞ് നല്ലൊരു സോസ് ആവണ വരെ, ആ കളറൊക്കെ നല്ല ഡീപ്പ് റെഡ് ആവും, അതുവരെയും നന്നായി വഴറ്റിയെടുക്കണം. ആ നനവ് മുഴുവൻ പോയി ഇവാപ്പറേറ്റ് ചെയ്ത് മാറി നല്ല ഈ കളറും വന്ന് ആ എണ്ണ തെളിഞ്ഞ് വരണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഗാർലിക്കിൻ്റെ ഫ്ലേക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ബാക്കി വെക്കാം, നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അത് മാറ്റി വയ്ക്കാം. ബാക്കി മുഴുവൻ ഇപ്പോൾ ഇതിലേക്ക് ഇടാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം, ആ ഫ്ലേക്സ് ഒന്ന് സോഫ്റ്റ് ആവാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച സ്പൈസസ് എല്ലാം കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എല്ലാം പൊടികളാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി ഇളക്കിയ സ്പൈസസിൻ്റെ നല്ല ഒരു മണം കിട്ടുന്നത് വരെ നമുക്ക് അല്പസമയം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ പുതിന ഇല, ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് പുതിന ഇല ഇട്ടിട്ട് ആ ഇലകളൊന്ന് വാടി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഡ്രൈഡ് ലൈം അല്ലെങ്കിൽ ബ്ലാക്ക് ലൈം അല്ലെങ്കിൽ ലൂമി ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. 2 എണ്ണം ഇടുന്നുണ്ട്. ഇതിൻ്റെ നടുക്കൊരു ചെറിയ വെട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ മണം ഒന്നും കൂടി നന്നായി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ആ മുക്കാൽ വേവിച്ച് മാറ്റി വെച്ച മട്ടൺ പീസസ് ഇപ്പോൾ ആഡ് ചെയ്യാം. ട്രഡീഷണൽ കപ്സയിൽ ഒരുപാട് വലിയ കഷ്ണം മട്ടനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് ചെറിയ കഷ്ണങ്ങളാണ് താല്പര്യം. എല്ലാവർക്കും കഴിക്കാൻ സുഖവും നല്ല വെന്തെന്ന് തോന്നുന്ന പീസസ് ചെറുതാവുമ്പോഴാണ്. ഇനി ഇത് ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ സോസും ആ മസാലപ്പൊടികളൊക്കെ ഈ മട്ടനിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഇനി നമുക്ക് പ്രഷർ കുക്കർ ബർണറിൽ നിന്നും മാറ്റി വെച്ച് ഈ സ്ഥലത്ത് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യിട്ടിട്ട് ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ്, നമ്മുടെ കറുകപ്പട്ട, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കറിവേല, ഇതൊക്കെ കൂടി ചേർക്കാം. സ്പൈസസ് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ നന്നായി ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബസ്മതി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. എല്ലാ അരിമണികളും ആ നെയ്യിലൊന്ന് കോട്ടഡ് ആയാൽ മതി. ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്രഷർ കുക്കർ വീണ്ടും ബർണറിൽ വെച്ചൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച അരി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 6.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചർ വെള്ളമാണ്, ചൂടുവെള്ളമല്ല ഒഴിക്കുന്നത്. നമ്മൾ മട്ടൺ വേവിച്ചതിൽ ബാക്കി ഗ്രേവി വല്ലതും ഉണ്ടെങ്കിൽ
അതിൻ്റെ അളവ് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ആ ഗ്രേവിയും കൂടി ചേർത്ത് ഒഴിക്കാം. എല്ലാം കൂടി 6.25 കപ്പ് വെള്ളം മതി. അതുപോലെ തന്നെ 3.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തതാണല്ലോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് താഴത്തുനിന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇളക്കി കൊടുക്കണ്ട. എന്നിട്ട് നമ്മുടെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പ്രഷർ കുക്കർ അടയ്ക്കാം. പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് ഇടാൻ മറക്കണ്ട. ഇനി ഒരു മീഡിയം തീയിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ്. അതിനുശേഷം കുക്കർ ഓഫ് ചെയ്യണം. എന്നിട്ട് 5 മിനിറ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റീം തങ്ങി നിൽക്കുന്നത് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ റിലീസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കബ്സ എങ്ങനെയുണ്ടെന്ന്. നല്ല മണമാണ് വരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെള്ളം മുഴുവൻ വറ്റി പോയിട്ടില്ലേ. ആദ്യം ചോറിന് നല്ല നനവ് കാണും, പക്ഷെ അത് സാരില്ല, കുറച്ച് കഴിയുമ്പോഴും അത് പൊയ്ക്കോളും. താഴെ വെള്ളമൊന്നും ഇല്ലാന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന് സൈഡിൽ നിന്ന് ചോറൊന്ന് നീക്കി കൊടുത്താൽ മതി. ചോറൊക്കെ നല്ല മണിമണിയായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല മണമുണ്ട്. ശരിക്കും നന്നായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ മട്ടൻ കബ്സ. ഇനി ഇപ്പം തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലഫ് ചെയ്തെടുക്കണം. അടിയിൽ നിന്ന് തന്നെ പതുക്കെ ഈ സ്പൂൺ കൊണ്ട്, അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന ചോറ് വെന്ത് ഇങ്ങനെ കട്ടയാവാൻ സാധ്യതയുണ്ട്. കണ്ടില്ല, അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മുടെ കബ്സ റൈസ് മാറ്റാം. അത് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം. പൈൻ സീഡ്സ്, പുഴുങ്ങിയ മുട്ട സ്ലൈസ് ചെയ്തത്, ക്യൂക്കംബർ, ടൊമാറ്റോ ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഗാർലിക് ഫ്ലേക്സും മറക്കണ്ട, അത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഹോട്ട് സോസ്, ടൊമാറ്റോയുടെ ഒരു ഹോട്ട് സോസ് ഉണ്ട് കൂട്ടുന്നത്, അത് കൂട്ടാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാലഡ് ആയാലും മതി. ഞാൻ മിക്കവാറും ഒരു സാലഡിനായിട്ടാണ് കബ്സ കഴിക്കാറ്. അപ്പം നിങ്ങൾ ഈ മട്ടൻ കബ്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷാന.